എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് കേറ്ററ്റ് സോഷ്യൽ സയൻസിന് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതികൾ, അത് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. സോ അതിനകത്തെ ആസ്പദമാക്കിക്കൊണ്ട് 5 ഇയർ പ്ലാൻസിനെ ആസ്പദമാക്കിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്ലാസ് ആണ് തരുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എല്ലാ ഭാഗങ്ങളും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെയാണ് ഇതിനകത്ത് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇത് കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാം, സോഷ്യൽ സയൻസ് എക്സാം എഴുതുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാം, സോഷ്യൽ സയൻസിന്റെ കേറ്റിട്ട് എഴുതുന്ന ഏതൊരു കുട്ടിക്കും അറിയാം ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പോയിന്റ്, ഈ സ്ലൈഡ് എന്ന് പറയുന്നത് മെയിൻ പോയിന്റ്സ് മാത്രം എടുത്തുകൊണ്ടുള്ളൊരു സ്ലൈഡാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ സ്ലൈഡ് കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കും. അപ്പം ഈ ഒരു സ്ലൈഡ് കൃത്യമായിട്ട് പഠിച്ചു പോവുക. നോക്കിക്കേ, അപ്പം ഇയർ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഇയർ, രണ്ടാം പഞ്ചവത്സര പദ്ധതി, അങ്ങനെ ഓരോ പഞ്ചവത്സര പദ്ധതികളുടെയും വർഷങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം ആദ്യത്തെ എന്തായിരുന്നു, 1951 56 ഒന്നാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. അതങ്ങ് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കുക. 51 56 ഒന്നാം പഞ്ചവത്സര പദ്ധതി, 51 56 ഒന്നാം പഞ്ചവത്സര പദ്ധതി, അതങ്ങ് പഠിച്ചുറപ്പിച്ച് അങ്ങ് വെക്കുക. അതിനി മറന്നു പോകരുത്. ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. എന്ത് 51 56 ഒന്നാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. അപ്പൊ നോക്കിയേ, ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 1956. നോക്കിയേ, 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. എന്നാണ് 1951 ഏപ്രിൽ 1 1951 ഏപ്രിൽ 51 ഏപ്രിൽ 1 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണേ. നോക്കിയേ, അടുത്തത് ഭക്രാനങ്കൽ, അതുപോലെ തന്നെ ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ. എന്താണ്, ഭക്രാനങ്കൽ അതുപോലെ തന്നെ ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും, ഭക്രാനങ്കൽ ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് എന്നാണ് ഈ 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ രണ്ട് പദ്ധതികള്, ഈ ഒരു നിർമ്മാണവും അതുപോലെ തന്നെ ഈ പദ്ധതിയും നടപ്പിലാക്കിയത് കേട്ടോ. അപ്പോ മറന്നു പോവരുത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി എല്ലാവരും ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസ്. അത് മാത്രമല്ല, കേറ്ററ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പം 1951 കേറ്ററ്റിനെന്ന് മാത്രമല്ല, ഏതൊരു പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏത് എക്സാമിനും അതുപോലെ തന്നെ ഏതൊരു ഇത് SSC പോലുള്ള ഏത് പരീക്ഷയ്ക്കും ഈ ഒരു 5 ഇയർ പ്ലാൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ 5 ഇയർ പ്ലാൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോവുക. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 56. അപ്പം 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അതുപോലെ തന്നെ ഭക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും അതുപോലെ തന്നെ ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ചോദ്യം വരാം, ദാമോദർ വാലി പദ്ധതി ആരംഭിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. മറന്നു പോകരുത്. ചോദിക്കാം, ഭക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവയുടെ അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര കാലത്ത് നിർമ്മാണത്തിലുണ്ടായിരുന്നത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, നിർമ്മിച്ചത് എന്ന് ചോദ്യം വന്നാൽ ഭക്രാനങ്കൽ, ഹിരാക്കുഡ്. അപ്പം എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് ഇനി അടുത്ത് നോക്കാം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ആരംഭിച്ചത് ഏത് കാലത്താണ്, ഏത് പദ്ധതിയുടെ കാലത്താണ്? അതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ. അത്
1953-ലാണ്. 1951, 56 എന്ത് 5 വർഷ കാലഘട്ടമാണ് എന്ത് 5 വർഷമാണ് എന്ത് എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതി അല്ലെ, 5 വർഷം പഞ്ചവത്സരം. അപ്പൊ എന്ത് ചെയ്യുക, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്, അതായത് 1953-ലാണ് എന്ത് UGC ആരംഭിച്ചത്. UGC എന്താ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. UGC ആരംഭിച്ചത് 1953-ലാണ്. അപ്പൊ എന്തൊക്കെ കണ്ടു നമ്മള്? ഒന്ന്, ഭക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അതുപോലെ തന്നെ ദാമോദർ വാലി പദ്ധതിയുടെ ആരംഭം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. അതുപോലെ തന്നെ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരംഭിച്ചത് 1953 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. അപ്പം 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കിട്ടി. ഇനി നോക്കിയേ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആര്? പ്രധാന പങ്ക് വഹിച്ച മലയാളി ആര്? ആരാണ്? KN രാജാണ് കേട്ടോ. ആരാണ്? KN രാജാണ്. അപ്പം നമുക്ക് ഇത്ര പോയിന്റ് കിട്ടി. ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞു തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 1953 UGC ഗ്രാൻഡ് കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇനി നോക്കിയേ, അതുപോലെ തന്നെ ശ്രദ്ധിച്ചേ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? KN രാജാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി KN രാജു തന്നെയാണ്. എന്ത് ഈ ഒരു ആമുഖം, എന്തിന്റെ ആമുഖം? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖവും തയ്യാറാക്കിയിരിക്കുന്നത് ആരാണ്? KN രാജാണ് കേട്ടോ. അപ്പം ഇത് രണ്ടും ആരാണ്? KN രാജാണ്. ഒന്നാം പഞ്ചവത്സര കാലത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയും, അതുപോലെ തന്നെ എന്താണ് ആമുഖം തയ്യാറാക്കിയതും ആരാണ്? KN രാജ്. KN ഒന്നാം പഞ്ചവത്സര പദ്ധതി ആമുഖം തയ്യാറാക്കിയതും പ്രധാന നടത്തിപ്പിന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടപ്പില് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന എന്താണ് നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മലയാളി ആരാണ്? അത് രണ്ടും ആരാണ്? KN രാജാണ് കേട്ടോ. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി KN രാജ്. മറക്കാതെ ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഇത്തരത്തിലുള്ള പേരുകൾ, ഇത്തരത്തിലുള്ള ആളുകളെ, അവരുടെ അവര് ഏതൊക്കെ അവരെന്തൊക്കെ നമ്മൾ ഓരോ പദ്ധതിക്ക് വേണ്ടിയിട്ട് അവർ നൽകിയിരിക്കുന്ന അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നോക്കിയേ, ഹാരോൾഡ് ഡോമർ മോഡൽ. എന്താണ് ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഹാരോൾഡ് ഡോമർ മോഡൽ. ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഇതുപോലെ പോയിന്റ് ആയിട്ട് പഠിച്ചു പോകാം. ഇനി നോക്കി, മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി. ഇത് ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഒരു മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. മഹലനോബിസ് മാതൃക എന്ന് പറയുന്ന മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി, മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇത് രണ്ടും പ്രധാനപ്പെട്ട, ഇത് രണ്ടും അല്ല UGC 1953 UGC ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തിലാണ് അല്ലെ, 1953. അതുപോലെ തന്നെ ദാമോദർ വാലിയുടെ നിർമ്മാണം, ഇതെല്ലാം ദാമോദർ വാലി പദ്ധതി, ഇതെല്ലാം ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. മറക്കരുത്, ഇത് കൃത്യമായിട്ട് പോയിന്റുകൾ എഴുതി പോവുക കേട്ടോ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനി നോക്കിക്കേ, മൻമോഹൻ
മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 1ാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതി. അങ്ങനെയെങ്കിൽ 8ാമത്തെ പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതി. കേട്ടോ, മറക്കരുത്. ഇനി നോക്കിക്കേ, സാമൂഹിക വികസന പദ്ധതി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ. എന്താണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ നാഷണൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാം, എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ഏത് പദ്ധതിയുടെ കാലത്താണ്? എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അപ്പൊ നമ്മൾ 1ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ 2ഉം 8ഉം കൂടെ പറഞ്ഞിട്ടുണ്ട്. 2 എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 2 നമ്മൾ പറഞ്ഞത് മഹലനോബിസ് മാതൃക 2, അതുപോലെ തന്നെ മൻമോഹൻ മോഡൽ 8ാം പഞ്ചവത്സര പദ്ധതി. അപ്പം തെറ്റിപ്പോലും കേട്ടോ. അപ്പൊ നമ്മൾ 1ാം പഞ്ചവത്സര പദ്ധതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കിക്കേ, അപ്പം സാമൂഹ്യ വികസന പദ്ധതി എന്താണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, ഇനി നോക്കിക്കേ, സാമൂഹിക വികസന പദ്ധതി 1952 ഒക്ടോബർ 2-നാണ് ആരംഭിച്ചത്. ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? സാമൂഹിക വികസന പദ്ധതി 1952 ഒക്ടോബർ 2-നാണ് ആരംഭിച്ചത്. എന്താണ്? ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമായിരുന്നു ലക്ഷ്യം. ഇനി നോക്കിക്കേ, 1ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? അത് 2.1 ആയിരുന്നു കേട്ടോ. 2.1 ആയിരുന്നു ലക്ഷ്യമിട്ടത്. കൈവരിച്ചത് 3.6% ആണ് കൈവരിച്ചത്. ഓക്കെ, 1ാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2.1 ആണ് എങ്കിൽ അത് കൈവരിച്ചത് പദ്ധതി കൊണ്ട് കൈവരിച്ചത് എത്രയാണ്? ലക്ഷ്യം കൊണ്ട് കൈവരിച്ചത് എത്ര നിരക്കാണ്? എത്ര വളർച്ചാ നിരക്കാണ്? 3.6 ആണ് കേട്ടോ. 3.6 ആണ്. ഇനി നോക്കിക്കേ, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് 1ാം പദ്ധതി. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് 1ാം പദ്ധതി. അപ്പൊ ഇത് മറക്കരുത്, ഒരിക്കലും മറക്കരുത്. കാർഷിക പദ്ധതി 1ാം പഞ്ചവത്സര പദ്ധതി. നോക്കിക്കേ, 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്നത് എന്തിനൊക്കെ ആയിരുന്നു എന്ന് നോക്കാം. നോക്കിക്കേ, കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. അപ്പൊ 1ാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? അത് കാർഷിക പദ്ധതിക്കാണ്. അത് കാർഷിക പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. എന്ത്? 1ാം പഞ്ചവത്സര പദ്ധതി 1951-56 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? കാർഷിക പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. നോക്കിക്കേ, 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ ഏതൊക്കെയാണ്? അത് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. എന്തൊക്കെയാണ് 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ ഏതൊക്കെയാണ്? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. ഇനി നോക്കിക്കേ, അടുത്ത് നോക്കിക്കേ, കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? അതും 1ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത് എന്നുള്ള ചോദ്യം വന്നാൽ ഉത്തരം ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അപ്പം എന്താണ്? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് 1ാം പഞ്ചവത്സര പദ്ധതി.
അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏതൊക്കെ മേഖലകൾക്കാണ് പ്രാധാന്യം കൊടുത്തത്? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. അതുപോലെ തന്നെ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ്. പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദ്യം വന്നാൽ ഉത്തരം ഇനി മറക്കാതെ എഴുതണം. ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി 51, 56 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭം ഏതാണ്? 56 to 61 ആണ് കേട്ടോ. 56 to 61 ആണ്. അപ്പം അതിന് മറക്കരുത്. ഇയർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം കേട്ടോ. ഒരു പേപ്പർ ബുക്കൊക്കെ എടുത്തിട്ട് പഞ്ചവത്സര പദ്ധതി എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇയർ കൃത്യമായിട്ട് എഴുതി പഠിച്ചു പോകണം. ഇയർ കൃത്യമായിട്ട് എഴുതി പഠിക്കുന്നത് പോലെ തന്നെ എന്താണ് അതിന്റെ സൈഡിൽ ഓരോ പദ്ധതിയും. ഇപ്പൊ നമ്മൾക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി അത് എന്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്? കാർഷിക മേഖലയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലേ? അപ്പം ഏതൊക്കെ മേഖലകൾ അതിനകത്ത് വന്നിരുന്നു? കൃഷി വന്നു, ജലസേചനം വന്നു, അതുപോലെ തന്നെ എന്താണ് വൈദ്യുതീകരണം വന്നു, കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം. ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ചെറുതായിട്ടൊന്ന് എഴുതി വെക്കുക, എഴുതി പോവുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. ഇനി നോക്കിക്കേ, രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. എന്താണ്? വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് എന്തായിരുന്നു? അത് കാർഷിക മേഖലയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലേ? അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുമ്പോൾ എന്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? അത് വ്യവസായവൽക്കരണത്തിനാണ്. എന്താണ്? വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഈ നോക്കിയേ, വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. എന്താണ്? വ്യാവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ഏത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ശ്രദ്ധിച്ചേ, കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. ഇനി നോക്കിക്കേ, 1955 കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും എന്തിനുണ്ടായിരുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കുണ്ടായിരുന്നു കേട്ടോ. എന്താണ്? 1955 കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം കൂടി എന്തിനുണ്ടായിരുന്നു? ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 1956 രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു. രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു എന്ന് 1956 കേട്ടോ. അപ്പം വ്യാവസായിക പദ്ധതി എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി, കാർഷിക പദ്ധതി എന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇനി നോക്കിക്കേ, തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളാണ്. രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളാണ്. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെയായിരുന്നു? തൊഴിലില്ലായ്മ കുറയ്ക്കുക, അതുപോലെ തന്നെ ദേശീയ വരുമാനം ഉയർത്തുക. ഇത് രണ്ടും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ എന്തായിരുന്നു? ഉപലക്ഷ്യങ്ങളായിരുന്നു കേട്ടോ. ശ്രദ്ധിച്ചേ, അടുത്ത നോക്കിക്കേ, രണ്ടാം പദ്ധതി കാലത്താണ് ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ, ഭിലായ്, അതുപോലെ തന്നെ റൂർക്കേല എന്നിവ സ്ഥാപിക്കപ്പെട്ടത്. ഏത് പദ്ധതി കാലത്താണ്? അത് രണ്ടാം പദ്ധതി കാലത്താണ് കേട്ടോ. ഇരുമ്പുരുക്ക് ശാലകളായിട്ടുള്ള ദുർഗാപുരം, അതുപോലെ ഭിലായ്, അതുപോലെ തന്നെ റൂർക്കേലയൊക്കെ എന്നിവ സ്ഥാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ. ഇനി നോക്കിക്കേ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് എത്രയാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത്? എത്രയായിരുന്നു? അത് എന്താണ്? 4.5 ആയിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത് കേട്ടോ. ലക്ഷ്യം വെച്ചത് 4.5 ആയിരുന്നു. രണ്ടാം പദ്ധതിയിൽ അവർക്ക് ലഭിച്ചത് വളർച്ചാ നിരക്ക് എത്രയാണ്? 4.27 ആണ് അവർക്ക് ലഭിച്ചത് കേട്ടോ.
രണ്ടാം പദ്ധതി കാലത്ത് അവർക്ക് അവർ ലക്ഷ്യം വച്ചിരുന്ന വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 4.5 ആണെങ്കിൽ അവർക്ക് ലഭിച്ചത് 4.27 ആണ്. ഏത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. ഇനി നോക്കിക്കേ മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ നമ്മൾ 1 പറഞ്ഞു 2 പറഞ്ഞു. ഒന്നാമത്തെ പദ്ധതിയിൽ എന്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്? അതിന് കാർഷിക പദ്ധതി എന്നറിയപ്പെട്ടു അല്ലെ. 1951 56 കാർഷിക പദ്ധതി എന്നറിയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അതിനകത്ത് പഠിച്ചു, KN രാജ് പഠിച്ചു അല്ലെ. അപ്പൊ ഏതൊക്കെ മേഖലകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നമ്മൾ നോക്കി. ഏതൊക്കെ മേഖലകൾക്കായിരുന്നു? ജലസേചനത്തിന്, കൃഷിക്ക്, അതുപോലെ തന്നെ വൈദ്യുതീകരണത്തിനൊക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുമ്പോൾ 56 61 ആണ് പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും വ്യാവസായിക പദ്ധതിയാണ് അല്ലെ. വ്യാവസായീകരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അല്ലെ. തൊഴിലില്ലായ്മ കുറയ്ക്കുക, അതുപോലെ തന്നെ ദേശീയ വരുമാനം ഉയർത്തുക എന്നൊക്കെ ഉള്ളത് അവരുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ നോക്കിയ കാര്യങ്ങളാണ്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലേക്കാണ് കേട്ടോ. ശ്രദ്ധിച്ചേ, മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനായിരുന്നു കൂടുതൽ ഊന്നൽ നൽകിയെന്ന് നോക്കാം. ആദ്യം കാലഘട്ടം നോക്കിയേ. അപ്പം രണ്ടാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞത് ഏത് കാലഘട്ടത്തിലായിരുന്നു? ഏത് വർഷത്തിലായിരുന്നു? 1961 അപ്പം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭം എത്രയാണ്? 1961 to 1966 ആണ് കേട്ടോ. 1961 മുതൽ 1966 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. നോക്കിക്കേ, എന്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? സ്വയം പര്യാപ്തതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്തിന്റെ? സമ്പദ്ഘടനയുടെ. എന്തിന്റെ സ്വയം പര്യാപ്തതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് ഊന്നൽ കൊടുത്തത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കേട്ടോ. ശ്രദ്ധിച്ചേ. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനായിരുന്നു? അത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു. 1961 മുതൽ 66 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്തത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു. എന്തിനായിരുന്നു? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു കേട്ടോ. അപ്പം ഈ പറയുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുമ്പോഴത്തേനും അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേനും അതിന്റെ ആൻസറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നോക്കിയേ, ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകി? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കും അതുപോലെ തന്നെ എന്തിനും കൂടെ ഊന്നൽ നൽകിയിട്ടുണ്ട്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി കേട്ടോ. എന്തിനും കൂടെ കൊടുത്തു? ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകി. മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കും അതുപോലെ തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകി? മൂന്നാം പഞ്ചവത്സര പദ്ധതി. 1961 മുതൽ 66 വരെയുള്ള മൂന്നാം പഞ്ചവത്സര പദ്ധതി സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കും അതുപോലെ തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകി. ഇനി നോക്കിയേ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി ഏത് എന്ന് ചോദ്യം വന്നാൽ കണ്ണും പൂട്ടി ഉത്തരം എഴുതാൻ പറ്റണം. ഏതാണ് അത്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ ചോദ്യമാണ് വരുന്നത്. ഹരിത വിപ്ലവത്തിന്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞതുപോലെ കണ്ണും പൂട്ടി ഉത്തരം എഴുതാൻ കഴിയണം. ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവം മൂന്നാം പഞ്ചവത്സര പദ്ധതി. ശ്രദ്ധിച്ചേ, 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം 5.6% ലക്ഷ്യമിട്ടിരുന്ന ഈ പദ്ധതിക്ക് എത്രമാത്രം വളർച്ചാ നിരക്ക് നേടാൻ സാധിച്ചുള്ളൂ? 2.6% മാത്രമേ വളർച്ചാ നിരക്ക് നേടാനായിട്ട് സാധിച്ചുള്ളൂ കേട്ടോ. 1962 ഇന്ത്യ ചൈന യുദ്ധം, അതുപോലെ തന്നെ
1965 ഇയർ കൃത്യമായിട്ട് നോക്കണം. നമ്മള് മൂന്നാം പഞ്ചവത്സര പദ്ധതി 61, 66, അതില് 62 ഇന്ത്യ ചൈന യുദ്ധം, 65 ഇന്ത്യ പാക് വാർ. കടുത്ത വരൾച്ചയും കാരണം, അത് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം 5.6 എന്താണ് വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട പദ്ധതിക്ക് വെറും 2.4 എന്താണ് വളർച്ചാ നിരക്ക് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ കേട്ടോ. ഇനി നോക്കിക്കേ നാലാം പഞ്ചവത്സര പദ്ധതി. അതിനു മുമ്പ് നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നുകൂടെ നോക്കാം. എന്തിനായിരുന്നു കൂടുതൽ കൊടുത്തത്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? കാർഷിക മേഖലയ്ക്ക്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? വ്യാവസായിക പദ്ധതിക്ക്. മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക്, അതുപോലെ തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിലേക്കാണ്? നാലാം പഞ്ചവത്സര പദ്ധതിയിലേക്കാണ് കേട്ടോ. നോക്കിയേ, നാലാം പഞ്ചവത്സര പദ്ധതിയിലേക്കാണ്. 1969, 74 എന്താണ് നാലാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഇയർ ശ്രദ്ധിച്ചോണം കേട്ടോ. അതായത് 51 to 56, 56 to 61, 61 to 66. ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കിയേ, നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്താണ്? 69 to 74 ആണ് കേട്ടോ. 69 to 64 ആണ്. നിങ്ങൾ ഓർഡറിൽ ഈ ഒരു ഭാഗം നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഇയർ വരുന്ന ഏതാണ്? 69 to 74 ആണ് കേട്ടോ. അത് പ്രത്യേകം ഓർത്ത് വെക്കണം കേട്ടോ. ശ്രദ്ധിച്ചേ, സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു എന്ത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയായിരുന്നു? സ്ഥിരതയോടുകൂടിയ വളർച്ച, അതുപോലെ തന്നെ സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നോക്കിയേ, വ്യവസായ രംഗത്ത് 9%, കാർഷിക രംഗത്ത് 5.6% വളർച്ചയുമാണ് എന്ത് ചെയ്തിരുന്നത്? ഈ ഒരു നാലാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ടിരുന്നത്. 1969, 74 വരെ ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി എത്രയാണ്? വ്യവസായ രംഗത്ത് 9%, കാർഷിക രംഗത്ത് 5.6%മാണ് ആ വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടിരുന്നത്. അപ്പൊ എന്തിനൊക്കെയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകുന്നത്? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക, സ്ഥിരതയോടുകൂടിയ വളർച്ച. ഇതിനായിരുന്നു എന്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്? നാലാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തിരുന്നത് കേട്ടോ. ഇനി നോക്കിക്കേ, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? ഏത് എന്ന് പറയുന്നത്? നാലാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഏത് വിഭാഗത്തിന്? ദുർബല വിഭാഗത്തിന് കൂടുതൽ ഊന്നൽ നൽകിയ, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് കൂടുതൽ ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? നാലാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഈ ഭാഗത്ത് നിന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതകൾ വളരെ കൂടുതലാണ് കേട്ടോ. നോക്കിക്കേ, അപ്പൊ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഈ നോക്കിക്കേ, ഇന്തോ പാക് വാറും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാനായിട്ട് കാരണമായി കേട്ടോ. എന്താണ്? ഇന്തോ പാക് യുദ്ധവും 1971 ഇന്തോ പാക് യുദ്ധവും അതുപോലെ തന്നെ എന്താണ് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാനായിട്ട് കാരണമായി കേട്ടോ. ഇനി നോക്കിക്കേ, 3.3% വളർച്ച കൈവരിക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചുള്ളൂ. ലക്ഷ്യം എത്രയായിരുന്നു? 5.6 ആയിരുന്നു ലക്ഷ്യം. 5.6 ആയിരുന്നു ലക്ഷ്യം. പക്ഷെ എത്രയും നേടാൻ സാധിച്ചുള്ളൂ? 3.3% നേടാൻ സാധിച്ചുള്ളൂ. അതെന്തുകൊണ്ടാണ്? അത് ഈ ഒരു റീസൺ കൊണ്ടാണ്. ഇന്തോ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ് ഈ ഒരു കുറഞ്ഞ വളർച്ചാ നിരക്കിലേക്ക് ഈ പദ്ധതിയെ കൊണ്ടെത്തിച്ചത്. ഏതാണ്? ഈ രണ്ട് കാരണങ്ങളാണ് കേട്ടോ. അപ്പം ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ധാരാളം വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് കേട്ടോ. ഇനി നോക്കിയേ, നമുക്ക് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നോക്കാം. ശ്രദ്ധിച്ചേ, 69 to 74 ആണ് നാലാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 74 to 79 ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ,
അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാമുഖ്യം നൽകിയത് എന്തിനായിരുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം നൽകിയത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് കേട്ടോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ശ്രീമതി ഇന്ദിരാഗാന്ധി 1975 20 പരിപാടികൾ നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഏത് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, കാർഷികോത്പാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചു. എന്താണ്? കാർഷികോത്പാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി നടപ്പിലാക്കി എന്ന് 1974-75 അത് പദ്ധതി ആരംഭിച്ചു. എന്ത്? കാർഷികോത്പാദനമാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ്, വികസന പദ്ധതിയാണ്. എന്ത്? ഒരു കമാൻഡ് ഏരിയ ലക്ഷ്യമാക്കിയിട്ട് എന്താണ് നടത്തിയ ഒരു വികസന പദ്ധതി ഏത് കാലഘട്ടത്തിൽ ആരംഭിച്ചു? 1974-75 കാലഘട്ടത്തിൽ ആരംഭിച്ചു കേട്ടോ. ഇനി നോക്കിയേ, മൊറാർജി ദേശായി ഗവൺമെന്റ് 1978 ഒരു വർഷം മുൻപേ എന്ത് ചെയ്തു? അഞ്ചാം പദ്ധതി അവസാനിപ്പിച്ചു. എന്താണ്? മൊറാർജി ദേശായി ഗവൺമെന്റ് 1978 ഒരു വർഷം മുൻപേ എന്ത് ചെയ്തു? അതായത് നാലാം വർഷം തന്നെ എന്ത് ചെയ്തു? അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മൊറാർജി ദേശായി ഗവൺമെന്റ് 1978 ഒരു വർഷം മുൻപേ എന്ത് ചെയ്തു? അഞ്ചാം പഞ്ചവത്സര പദ്ധതി അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. അഞ്ചാം പദ്ധതി അങ്ങ് അവസാനിപ്പിച്ചു. നോക്കിയേ, ഇനി പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ് ഗരീബി ഹട്ടാവോ. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. നോക്കിയേ, അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും അഞ്ചാം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് വലിയ തോതിൽ തടസ്സം സൃഷ്ടിച്ചു കേട്ടോ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും അഞ്ചാം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് വലിയ രീതിയിലാണ് എന്ത് ചെയ്തിരുന്നത്? തടസ്സം സൃഷ്ടിച്ചത് കേട്ടോ. ഇനി നോക്കിയേ, 5.1% ഈ പദ്ധതിയുടെ ശരാശരി വളർച്ചാ നിരക്ക് കേട്ടോ. എത്രയാണ് ലഭിച്ചത് അവർക്ക്? 5.1% മാത്രമാണ് ഈ പദ്ധതിയുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് കേട്ടോ. എന്ത് ചെയ്തു? അപ്പം ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഒരു വർഷം മുമ്പേ എന്ത് ചെയ്തു? 1978 മൊറാർജി ദേശായി ഒരു വർഷം മുമ്പേ എന്ത് ചെയ്തു? ഈ ഒരു അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. ഇനി നോക്കി ആറാം പഞ്ചവത്സര പദ്ധതി നോക്കാം. ശ്രദ്ധിച്ചേ, 1980-85 എന്ത്? ആറാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. ആറാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ആറാം പദ്ധതിയുടെ ലക്ഷ്യം. അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെ ആയിരുന്നു. ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? അതും എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് ഉപലക്ഷ്യങ്ങളായിരുന്നു കേട്ടോ. ഉപലക്ഷ്യങ്ങളായിരുന്നു എന്ത്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് ഉപലക്ഷ്യങ്ങളായിരുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ആറാം പഞ്ചവത്സര പദ്ധതി വരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിന്റെ ബാക്കി സെക്ഷൻ, അതായത് 7 മുതൽ 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളുടെ ക്ലാസ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ക്ലാസ്സിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യങ്ങൾ വരെയാണ് കേട്ടോ. എന്താണ് അതിന്റെ ഒരു ക്ലാസ് ആണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം 7ാം പഞ്ചവത്സര പദ്ധതി മുതൽ 12ാം പഞ്ചവത്സര പദ്ധതി വരെയുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? ഈ തന്നത് അത്രയും കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അതിപ്പോൾ ഉടനെ തരുന്നതായിരിക്കും. ശ്രദ്ധിച്ചേ, നമ്മൾ പറഞ്ഞു ആറാം പഞ്ചവത്സര പദ്ധതിയും എന്തിനു കൂടിയാണ് പ്രാധാന്യം കൊടുത്തത്? അതും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് എന്തിന്റെ ഉപലക്ഷ്യങ്ങളാണ്? ഈ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, ഉപലക്ഷ്യങ്ങളാണ് കേട്ടോ. അപ്പൊ കാലഘട്ടം എന്തായിരുന്നു? 1980-85 കേട്ടോ. കാലഘട്ടം കൃത്യമായിട്ട് പഠിച്ചു നോക്കണേ. ഇനി നോക്കേ, RLEGP
IRDP, NREP എന്നീ വികസന പദ്ധതികൾ 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്. എന്താണ്? RLEGP, അതുപോലെ തന്നെ IRDP, അതുപോലെ തന്നെ NREP. ഈ പദ്ധതികളൊക്കെ ഏത് ഈ വികസന പദ്ധതികളൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ. ശ്രദ്ധിച്ചേ, നോക്കിക്കേ. ഗ്രാമത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഡെവലപ്മെന്റ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ ഈ പദ്ധതി ആരംഭിച്ചത് ഈ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എന്താണ്? 1982 1982 80 to 85 എന്ത്? 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഈ 82 എന്ത്? ഈ ഒരു ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചത് കേട്ടോ. ഏത് പദ്ധതി കാലത്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കേട്ടോ. ഈ പദ്ധതി ദേശീയ വരുമാനത്തിൽ 5.4 വാർഷിക വളർച്ച നേടി കേട്ടോ. എത്രയാണ് ഈ ഒരു പദ്ധതി? ഏത്? ഈ ഒരു 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് വാർഷിക വരുമാനത്തിൽ ദേശീയ വരുമാനത്തിൽ 5.4 എന്താണ് % വളർച്ചാ നിരക്ക്, വാർഷിക വളർച്ചാ നിരക്ക് നേടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഒരു ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. കാരണം നമുക്ക് എക്സാം അടുത്തു, നമ്മളിനി സിലബസ് നമുക്ക് കവർ ചെയ്യണം. പക്ഷേ എല്ലാം വലിച്ചു വാരി പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇനി സമയം തികയത്തില്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനിയും ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഇനി അതേ പറ്റുള്ളൂ. അപ്പം എന്ത് ചെയ്യുക? മാക്സിമം ഷോർട്ട് ആക്കി കാര്യങ്ങളെ പഠിക്കുക. എന്നാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ധാരാളം വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ഇനിയും തരുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു 1 മുതൽ 6 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളുടെ ക്ലാസ് ആണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 7 മുതൽ 12 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളുടെ ക്ലാസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അത് കമന്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തിയിട്ട് ക്ലാസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേറ്ററ്റിന്റെ ലൈവ് സെക്ഷനിൽ നിങ്ങൾ ചോദിച്ചു പഞ്ചവത്സര പദ്ധതിയുടെ ക്ലാസ് തരാമോ മിസ്സേ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഷോർട്ട് കണ്ടന്റിനെ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇനി ഏതെങ്കിലും ക്ലാസ്സുകൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാടാനുള്ള ഏതെങ്കിലും ഏരിയകൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇനിയും അത്തരം ക്ലാസ്സുകൾ കേറ്റിട്ട് മുമ്പ് അത്തരം ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. കാരണം കേറ്റിട്ട് സോഷ്യൽ സയൻസ് എത്രമാത്രം പാടാണെന്ന് അത് എഴുതിയിട്ടുള്ളവർക്ക് എഴുതാൻ പോകുന്നവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജിലും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ചലഞ്ചർ ആപ്പിന്റെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.